സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ല നീർദോശയായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല നൈസായിട്ടുള്ള ദോശ. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് പച്ചരിയാണ് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. ഇത് തലേ ദിവസം രാത്രി ഇട്ട് വെച്ചാൽ നല്ലതാണ്. അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂർ നേരം നന്നായിട്ടൊന്ന് കുതിർത്തി വയ്ക്കുക. എന്നിട്ട് അരച്ചാലും മതി. ഞാനിപ്പോൾ തലേ ദിവസമാണ് ഇടുന്നത്. അപ്പോൾ അതൊന്ന് കഴുകി വയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുത്ത് വയ്ക്കാം. ഇനി രാവിലെ അത് അരച്ചെടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 സ്പൂണ് ചോറിട്ട് കൊടുക്കാം. ഒരു പിടി നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നല്ലതായിട്ട് ലൂസാക്കണം. ഈ മാവ് ഒരു 2 ഗ്ലാസ് വെള്ളമെങ്കിലും ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ലൂസാവണം മാവ്. ഇനി ഓരോ തവി മാവ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൻ നന്നായി ചൂടായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒന്ന് അടച്ച് വയ്ക്കാം. ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ഇതൊന്നും കിട്ടും. അപ്പം നമ്മളെ നീർദോശ ആയിട്ടുണ്ട്. നല്ല നൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള മാവും കൂടി ഒഴിച്ച് ദോശ ഉണ്ടാക്കുക. ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഒന്നും കൂടി ചുറ്റിച്ചു കൊടുത്താൽ മതി. പിന്നെ പാൻ നല്ല ചൂടിൽ വേണം ഒഴിക്കാൻ. പിന്നെ മാവ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ മാവൊന്ന് കട്ട പിടിക്കും. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് നീർദോശയും ചട്നിയാണ്. ചട്നിയോ കറിയോ എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റുന്നൊരു ദോശയാണ്. നല്ല നൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു.